എടോ തന്നോടൊരു കാര്യം പറയാനുണ്ട്. ഭയങ്കര ബോറാണെന്നറിയാം ഇങ്ങനെ ബാത്റൂമിന്റെ പുറത്തുനിന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് സേഫാ. ഈ ചളിപ്പൊഴിവാക്കല്ലോ. ചിലപ്പോൾ ഞാനായിരിക്കും ലോകത്തിൽ ആദ്യമായിട്ട് ബാത്റൂമിന്റെ പുറത്തുനിന്നൊക്കെ പറയുന്ന ഒരാള്. പക്ഷെ ഇന്നലെ കള്ളന്റെ പുറത്ത് പറഞ്ഞ പോലെയല്ല. ശരിക്കും താൻ വേണം, താൻ്റെ കൂടെ വേണം, താനില്ലാതെ പറ്റില്ല എന്നൊക്കെ ഒരു തോന്നല്. നമുക്കിവിടെ പെയിന്റിങ്ങും റിസർച്ചും പുസ്തകത്തിൽ തൂപ്പിൽ വയ്ക്കുന്ന കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് നമുക്ക് നൈസായിട്ടങ്ങ് കൂടാം. കുറച്ച് ഹാപ്പി ആയിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഐ ലവ് യു. താൻ ആലോചിച്ചിട്ടൊക്കെ ഇറങ്ങി വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. സലോമി ചേച്ചിയുടെ പ്രായത്തോർത്തെങ്കിലും നീ വെറുതെ വിടുമെന്ന് വിചാരിച്ചു കേട്ടോ. നാട്ടിൽ ചെന്നത് അറിയുന്നുണ്ടോ? അല്ല ഇതെന്താ പൂവൊക്കെ ആയിട്ട്? ഇത് ചുമ്മാ വിലക്കുറവായിട്ട് പോവാ. ആണോ? വേണോ? എനിക്കുണ്ട്. ഫ്ലവർ വേസിലൊക്കെ എനിക്കുണ്ട്. എനിക്ക് വേണ്ട. പൂവൊക്കെ ആയിട്ട് പ്രപ്പോസ് ചെയ്യാൻ വന്നെയാ? അതെ. ആണോ? നമുക്ക് കല്യാണം കഴിക്കട്ടെ? അത്യാവശ്യമാണോ? അത്യാവശ്യം ചുമ്മാ നാട്ടുകാരെ കൊതിപ്പിക്കാൻ. ആണോ? ആണോ? ലൂക്ക, ഞങ്ങൾ ഈ പെൺപിള്ളേർക്ക് എക്സ്പെക്ടേഷൻസ് ഒരുപാട് കൂടുതലാണ്. അത് ഈ പ്രേമത്തിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര ഓവറ. നിന്റെ പ്രപ്പോസൽ ആക്ച്വലി അത്ര പോരായിരുന്നു. കുറച്ചുകൂടെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ഡ്രാമയും ഒക്കെ ആവായിരുന്നു. പിന്നെ കുറേ അധികം റൊമാൻറ്റിക്കും ആവായിരുന്നു. ലൂക്ക, നീ ഒരു സൂപ്പർ ഹീറോ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നീ എന്ന ആർട്ടിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നീ എന്ന മനുഷ്യനുള്ള പരിമിതികൾക്കപ്പുറമുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി ഇന്നത്തെ പോലെ നീ തളർന്നു പോകുമ്പോൾ ഐ റിയലി ഹേറ്റ് ദി ആർട്ടിസ്റ്റ് ഇൻ യു. ബിക്കോസ് ഐ എം മാഡ്ലി ഇൻ ലവ് വിത്ത് ദ പേഴ്സൺ യു ആർ. എടോ, താൻ എന്നെ വിട്ടിട്ട് പോവോ? ഞാനെവിടെ പോവാനാ? ഇതല്ലേ എൻ്റെ ലോകം. സലോമി ചേച്ചി പറയുന്ന പോലെ കുപ്പിയും പാട്ടയൊക്കെ പറക്കി പെയിന്റും ഒക്കെ അടിച്ച് ഞാനിവിടെയൊക്കെ തന്നെ കാണും. താനല്ലേ ജിപ്സി. താൻ എന്നെ ഇട്ടിട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ ഞാൻ എങ്ങനെ പോവും? പോയ തന്നെ എവിടം വരെ പോവും? തനിക്ക് പോകാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളില്ലേ. ബാംഗ്ലൂർ അമ്മയുടെ അടുത്തേക്ക് പോവാം, അല്ലെങ്കിൽ കൽക്കത്തയിൽ അച്ഛൻ്റെ വീട്ടുകാരില്ലേ അവിടെ പോവാം. ഒന്നുമില്ലെങ്കിൽ റിസർച്ചൊക്കെ തീർത്ത് വിദേശത്ത് വല്ലതും പോയി സെറ്റിലാവാം. തനിക്ക് എവിടെ വേണമെങ്കിലും പോവാം, പറന്ന് നടക്കാം. പക്ഷെ ഇതിൽ എവിടെ പോയാലും ഇവിടെ കിട്ടുന്നൊരു സേഫ്റ്റി ഉണ്ടല്ലോ, അത് കിട്ടുമോ? എല്ലാം ഭയങ്കര പെട്ടെന്നായി പോയെന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? അയ്യേ, ആരുടെടുത്തെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നുന്ന ഇങ്ങനെ ആലോചിച്ച് പ്ലാനൊക്കെ ചെയ്യേണ്ട കാര്യമാണോ? അതൊക്കെ ഇതേപോലെ ഇങ്ങനെ നൈസായിട്ട് സംഭവിക്കണം. പിന്നെ നിൻ്റെ ഒരു ഇളക്കമൊക്കെ കണ്ടപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു. ആൻഡ് സി, എൻ്റെ ഇൻറ്റ്യൂഷൻസ് തെറ്റാറില്ല. അതുകൊണ്ട് എങ്ങാനും നീ പെട്ടെന്ന് വല്ലതും ചാടിക്കയറി പ്രപ്പോസ് ചെയ്താൽ ഒരു യെസ് പറയാൻ ഞാൻ റെഡിയായിരുന്നു. ആണോ? ആ ശരിക്കും? ഒരു മിനിറ്റ്. എന്താ, എവിടെ പോവാ? ഇതെന്താ? അമ്മയുടെയോ? കണ്ണിന്റെ മുമ്പിലില്ലെങ്കിലും ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നൊരർത്ഥത്തിന്.
ആശാനെ ആ മോളെ ഒരു ചൂട് കട്ടാപ്പി തരൂ. ആ ഈ കെട്ടൊന്ന് പറയാ. എടാ നീ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ ചടഞ്ഞുകൂടിയിരിക്കുന്നേ? ആ മാർട്ടി സലോമി വരാത്ത എന്താന്ന് നിനക്കറിയോ? അറിയടാ കുഞ്ഞമ്മയ്ക്ക് സംഭവിച്ച എന്താന്ന് നിനക്കറിയോ? എന്തോ ആശാനെ? ആ എടാ നിന്റെ ചുറ്റും നടക്കുന്ന എന്താന്ന് അറിയണമെങ്കിൽ ഇനി വേറെ ആരെങ്കിലും വന്ന് പറയണോ? ഇങ്ങോട്ടാ നിന്റെ ഇങ്ങോട്ടാ. എല്ലായിടത്തും എന്റെ കണ്ണെത്തണോന്ന് വെച്ചാൽ ഇന്നലെ കമ്പനിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഇറങ്ങണമെന്ന് പറഞ്ഞു. കോടതിയിൽ നിന്ന് ആ കടലാസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ പോകാനാണ്. അപ്പം നിങ്ങൾ പിള്ളേർ കമ്പനിക്കാരുമായി സംസാരിച്ച് എല്ലാം ശരിയാക്കിയെന്നല്ലേ പറഞ്ഞത്? എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയില്ല. ആ കുഞ്ഞമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. 2 പ്രാവശ്യം അറ്റാക്ക് വന്നതാണ്. 10-30 കൊല്ലമായി കെട്ടിയനെ കാത്തിരിക്കണത്. ഈ കോളനിയിലെ വീടല്ലാതെ അവർക്കൊന്നുമില്ല. അല്ല, എല്ലാവരുടെയും സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ്. ആശാനും ലൂക്കയും ഹോസ്പിറ്റലിലേക്ക് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അധികാരമുണ്ടാക്കിയ വീടാ. അങ്ങനെ വരുമ്പോ ഞാനിവിടെ വേണ്ടേ? ഞാനങ്ങ് പോവില്ല. കോർട്ട് ഓർഡർ പ്രകാരം നാളെ കോളനി ഒഴിപ്പിക്കും. അവിടെ നിന്ന് എല്ലാവരും പോകാനായിട്ട് തയ്യാറായതാണ്. അപ്പോഴാണ് കുഞ്ഞമ്മ എടുത്ത് കിണറ്റി ചാടിയത്. சத்தம் கேட்டுச்சு. கிணத்துக்கிட்ட போய் பார்த்தா கிணத்துக்குள்ள விழுந்திருந்தாங்க. செத்து போயிருப்பாங்கன்னு நினைச்சேன். പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അങ്ങെടുത്ത് ചാടി. ഭാഗ്യത്തിന് മുടി കൈ കിട്ടി, പൊക്കി അങ്ങ് കയറ്റി. ഇങ്ങോട്ട് മാറി കൊടുക്കണ്ടില്ല. ലൂക്ക ഒന്നിങ്ങ് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം പോയി ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നിൻ്റെ ഫ്രണ്ട്സിനോട് പറയാം. അവർ പോയി ചെയ്യട്ടെ. ഇന്ന് ഓൾറെഡി നല്ല ഡിസ്റ്റർബ്ഡാ. പ്ലീസ് നമുക്ക് വീട്ടിൽ പോകാൻ ലൂക്ക. എനിക്കൊരു കുഴപ്പമില്ല. ഐ എം ഓക്കെ. നീ എന്തിനാ പേടിക്കുന്നേ? എനിക്ക് പേടി നിൻ്റെ അവസ്ഥയാണ് ലൂക്ക. നിൻ്റെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും ആർട്ടിസ്റ്റിക് ഇൻസ്റ്റിങ്സും ഒക്കെ എനിക്ക് മനസ്സിലാവും. ചില കാര്യങ്ങൾ അത് കാണാനോ ഹാൻഡിൽ ചെയ്യാനോ ഉള്ളൊരു ശക്തി നിൻ്റെ മനസ്സിലില്ലാന്ന് നീ അത് അക്സെപ്റ്റ് ചെയ്യണം ലൂക്ക. ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കയറി ഒളിച്ചിരിക്കണോ? നീ എന്ന് പറഞ്ഞ പോലെ കുറേ മനുഷ്യർക്ക് മനസ്സിലാവാത്ത പെയിന്റിംഗ് ഒക്കെ വരച്ച് അത് ഇവിടുത്തെ അപ്പർ ക്ലാസ്സിൽ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം പൊന്നുമലയ്ക്ക് വിറ്റ് ആ കാശ് കൊണ്ട് ഇവിടെ എല്ലാ ലക്ഷറിയുള്ള കിങ്സ് ലൈഫ് ലൈഫ് ഞാൻ ജീവിക്കുന്നതാണ് നീ വിചാരിച്ച്? അങ്ങനെയാണ് നീ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് നിന്നെ കുറച്ച് അധികം മനസ്സിലായതുകൊണ്ടല്ല ലൂക്ക. നിനക്ക് ഇനിയും നിന്നെ മറന്നിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നീ ഇതൊക്കെ ചെയ്ത് അവസാനം എങ്ങനെ എൻ്റെ ചെയ്യാൻ പോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് എനിക്ക് നിന്നോട് സൂചിച്ച് ജീവിക്കാനുള്ള കൊതി കാരണമൊന്നുമല്ല. അത് നിനക്ക് വേണ്ടിയാ, നീ സഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാ. എൻ്റെ കയ്യിലുള്ള ആർട്ടിനെ ഈ പവറൊക്കെ ഉള്ളു ലൂക്ക. അത് നിനക്കില്ല. നീ അത് മനസ്സിലാക്കിയേ പറ്റൂ. യു ആർ നോട്ട് എ ഗോഡ് ആം സൂപ്പർ ഹീറോ. ഐ നോ. എൻ്റെ 10ാമത്തെ വയസ്സ് മുതൽ എന്നെ കൈപിടിച്ച് നടത്താൻ തുടങ്ങിയ ശിവനാശൻ. പിന്നെയും ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എനിക്ക് കൂട്ടുവന്ന സലോമി ചേച്ചിയും മാട്ടിൻ ചേട്ടനൊക്കെ. കുഞ്ഞമ്മയുടെ കാര്യം നീയും കണ്ടല്ലേ? ഇവരൊക്കെ ചേരുന്നതാണ് എൻ്റെ ലൈഫ്. ഇവരെയൊക്കെ മറന്ന് ഇതൊന്നും കണ്ടില്ല എന്നടിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് അങ്ങനെ സെൽഫിഷ് ആവാൻ പറ്റില്ല. ഞാൻ എനിക്ക് തോന്നുന്നു നീ പോയി ചെയ്യും. കാരണം ഇതൊക്കെ നിന്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. പക്ഷെ എനിക്ക് നീ എൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ലൂക്ക. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും. ഞാനിത് എക്സ്റ്റെൻഡ് വരെയും പോകും. ഇതിലേക്കൊന്നും ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. നീ എന്തിലേക്കാണോ പോകുന്നത് ഞാനും കൂടെ വരും. എനിക്കറിയാം ഈ ഒരു രാത്രിയുള്ളൂ ഈ കോളനിക്കാർക്ക്. അവർക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കും ഈ ഒരു രാത്രിയുള്ളൂ.